ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് കേരള എഡ്യൂക്കേഷൻ കൌൺസിലിന്റെ കരുതൽ. പ്രളയ ദുരന്തത്തിൽ അതിജീവിച്ചവർക്ക് ആശ്വാസവുമായി എത്തുന്ന നമ്മുടെ വയനാട് പദ്ധതി യാത്ര മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കളിക്കോപ്പുകളും ആശയങ്ങളും പാട്ടുകളുമായി ഇവർ അധ്യാപക പഠനത്തിൽ നിന്നും അവധിയെടുത്താണ് ക്യാമ്പിലേക്ക് യാത്ര തിരിച്ചത്. കേരള എഡ്യൂക്കേഷൻ കൌൺസിൽ മോണ്ടിസോറി ടീച്ചേഴ്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു യാത്ര. പ്രളയ ദുരന്തത്തിൽ അതിജീവിച്ചവർക്ക് സാന്ത്വന പരിചരണവും കുട്ടികൾക്ക് കളിക്കോപ്പുകൾ സമ്മാനിക്കാനുമാണ് യാത്രയുടെ ലക്ഷ്യം. നമ്മുടെ വയനാട് യാത്രാ പദ്ധതി മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രളയ ദുരന്തത്തിൽ നിന്നും അതിജീവിച്ചവർക്ക് എല്ലായ്പ്പോഴും വിളിപ്പാടകലെ എന്നും സാന്ത്വനമായി ഉണ്ടാകണമെന്ന് മേയർ അഭ്യർത്ഥിച്ചു. കുട്ടികൾക്ക് കളിക്കോപ്പുകൾ മാത്രം പോരല്ലോ, അവർക്കൊരു സഹായം വേണം. കൊച്ചുകുട്ടികൾക്ക് ഒരു വിഷമം വന്നാൽ വിളിക്കാൻ ഒരാൾ വേണം. ഇവരെല്ലാവരും ഇവരുടെ ഫോൺ നമ്പറുകൾ അവിടെയുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് ഏത് കുട്ടിയും കരയുമ്പോൾ ഒന്ന് ഫോൺ ചെയ്ത് വിളിക്കാൻ ഒരാൾ കോഴിക്കോട്ടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട് എന്നൊക്കെ ആലോചിക്കുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്ന സമാധാനം ചില്ലറയല്ല. സംഘം KSRTC സ്പെഷ്യൽ വാഹനത്തിലാണ് യാത്ര തിരിച്ചത്. 5 ദിവസങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടാകുമെന്ന് ഡയറക്ടർ കല്ലറയ്ക്കൽ സതീശൻ പറഞ്ഞു. കുട്ടികൾക്ക് അവർക്ക് കളിക്കോപ്പുകൾ അതുപോലെയുള്ള അവരുടെ മാനസികോല്ലാസത്തിന് പറ്റുന്ന രീതിയിൽ അത്തരം ടീച്ചേഴ്സാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. ആക്ഷൻ സോങ്ങുകളും സ്റ്റോറി ടെല്ലിങ്ങും ചിത്രം വരയ്ക്കാനും ഒക്കെ അറിയുന്ന കുറേ കഴിവുള്ള ആളുകളായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവർ കുട്ടികളുടെ ആടിയും പാടിയും ഒക്കെ അവരുടെ മനസ്സ് അവരുടെ വിഷമങ്ങൾ ഒരു പരിധി വരെ അകറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം ഞങ്ങൾ നടത്തും. അവരിൽ ഒരാളായി ഞങ്ങൾ നിൽക്കും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ചെയർമാൻ പ്രതാപ് മൊണാലിസ, കോഴിക്കോട് സെന്റർ പ്രിൻസിപ്പൽ P. രേഷ്മ, വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളും യാത്രയെ അനുഗമിച്ചു. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ICDSന്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ